ഹായ് ഓൾ വെൽക്കം ടു iPlus. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് കേഡറ്റ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന കുറച്ച് മേഖലകളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Development is a never-ending process. This idea is associated with development. വികാസം എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആണ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രോസസ്സാണ്. നമ്മൾ ഫ്രം വോം ടു ടോംബ് എന്നാണ് പറയുന്നത് അല്ലേ. ഗർഭപാത്രം മുതൽ എപ്പോഴാണ് നമ്മുടെ ആ ഒരു അന്ത്യം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് നമുക്കറിയാം. പക്ഷേ ഗ്രോത്ത് അങ്ങനെയാണോ? ഗ്രോത്ത് അങ്ങനെയല്ല. ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോഴാണ് ആ ഒരു കാര്യം കറക്റ്റായിട്ട് എന്താണ് ആപ്ലിക്കബിൾ ആവുന്നത്. മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് എപ്പോഴാണ് ആരംഭിക്കുന്നത്, ജനനശേഷമാണോ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എപ്പോഴാണ് പ്രീനേറ്റൽ സ്റ്റേജിൽ തന്നെ, ഭ്രൂണാവസ്ഥയിൽ തന്നെ നമുക്ക് എന്താണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു പ്രോസസ്സ് ഉള്ളതാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി എന്താണിത് നെവർ എൻഡിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിനെ ഏതൊരു പ്രിൻസിപ്പിളുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാമെന്നാണ് ചോദ്യം. പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്ററാക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർറിലേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഈ ചോദ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്രം വോം ടു ടോം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ, നെവർ എൻഡിങ് ആണ്, കണ്ടിന്യൂസ് ആണ്. അപ്പം നമ്മൾ വികാസം എന്ന് പറയുന്ന സംഗതി അതെന്താണ്, നെവർ എൻഡിങ് ആണ്. വളർച്ചയും വികാസവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന മേഖലയാണ്. അപ്പം കുറച്ച് എംഫസിസ് കൊടുത്ത് തന്നെ പഠിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Parents should play a dash role in the learning process of young children. യങ് ചിൽഡ്രൻ്റെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ പേരൻസിൻ്റെ റോൾ എന്താണ് ചോദിക്കുന്ന മേഖലയാണ്. പേരൻസിൻ്റെ റോൾ എന്താണ്, ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ്, പിയർ ഗ്രൂപ്പിൻ്റെ റോൾ എന്താണ്, മോർ നോളജബിൾ അതേഴ്സിൻ്റെ റോൾ എന്താണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഇവിടെ നോക്കിയാൽ സിമ്പത്തറ്റിക്, ന്യൂട്രൽ, നെഗറ്റീവ്, പ്രൊആക്റ്റീവ് 4 ഓപ്ഷനാണുള്ളത്. അപ്പോൾ ന്യൂട്രൽ റോൾ അല്ല എന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും പേരൻസിന് വലിയൊരു പങ്ക് കുട്ടികളുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിലുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ അധ്യാപകരാരാണ്? പേരൻസ് തന്നെയാണല്ലേ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പോൾ ഒരിക്കലും ന്യൂട്രൽ അല്ലെങ്കിൽ നെഗറ്റീവ് റോള് പ്ലേ ചെയ്യാൻ പേരൻസ് പാടില്ല. പിന്നെ നമുക്ക് 2 ഓപ്ഷനാണ് സിമ്പത്തറ്റിക് ആൻഡ് പ്രൊആക്റ്റീവ്. കുട്ടികളോട് സിമ്പതി കാണിച്ചും അങ്ങനെയാണ് അവരുടെ പഠനം നടക്കേണ്ടത്. അപ്പോൾ സിമ്പതി തോന്നുന്നു, കുട്ടി ഇപ്പോൾ എന്താണ് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കരയുമോ, എന്നാൽ വേണ്ട പഠിക്കേണ്ട കൊച്ചു പൊയ്ക്കോ എന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രൊആക്റ്റീവ് റോളാണ് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഭാവിയിൽ ഇത്തരത്തിലുള്ള പഠനവുമായി ബന്ധപ്പെട്ടുള്ള പരിണത ഫലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ അപ്പോൾ ആർക്ക് വേണം? പേരൻസിന് ആവശ്യമാണ്. അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, യങ് ലേണേഴ്സിനെ അവരുടെ ലേണിംഗ് പ്രോസസ്സിൽ പേരൻസ് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്കഫോൾഡിങ് പോലുള്ള കൺസെപ്റ്റുകൾ എങ്ങനെയാണ് ആ ഒരു കൈത്താങ്ങ് നൽകേണ്ടത്, പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ കൈത്താങ്ങ് നൽകേണ്ടത് എങ്ങനെയാണ്, അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സ്കഫോൾഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം, ദ ഇൻസൈറ്റ് തിയറി ഓഫ് ലേണിംഗ് ഈസ് പ്രൊമോട്ടഡ് ബൈ. ആരാണ് ഇൻസൈറ്റ് തിയറി ഓഫ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്തത്? ഇൻസൈറ്റ് ലേണിംഗ് എന്താണ്? അന്തർദൃഷ്ടി പഠനം. അത് ആരാണ് പ്രൊമോട്ട് ചെയ്തത്? ജീൻ പിയാഷെ, വൈഗോട്സ്കി, ജസ്റ്റാൾട്ട് തിയറിസ്റ്റ്, പാവ്ലോവ്. അപ്പോൾ ആരാണ് ഈ ഇൻസൈറ്റ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ കണ്ടെത്താം. ആരാണ്? ജസ്റ്റാൾട്ട് തിയറിസ്റ്റുകളാണ്. അപ്പം നമുക്കറിയാലോ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് സമഗ്രതാവാദമാണല്ലേ. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് നമുക്ക് ഇൻസൈറ്റ് തിയറി വരുന്നതും അന്തർദൃഷ്ടി പഠനം വരുന്നതും. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് തന്നെ കണ്ടെത്താം. പിയാഷെ ആണെങ്കിൽ നമ്മൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പഠിച്ചത്? ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളാണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ആ ഒരു മേഖലയാണ് നമുക്ക് പിയാഷെയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല തന്നെയാണ്, ഫോക്കസ് കൊടുത്ത് പഠിക്കാം. അടുത്ത വൈഗോട്സ്കി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ആ ഒരു കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ദെൻ പാവ്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളും അത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ വരിക. ദെൻ ജസ്റ്റാൾട്ട് തിയറിസ്റ്റുകൾ ആരൊക്കെയാണ്? തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആരൊക്കെയാണെന്നും. അവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ അതും കൂടെ ചെക്ക് ചെയ്യാം. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which of the following will foster creativity among learners? ലേണേഴ്സിൽ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? എംഫസൈസിങ് അച്ചീവ്മെൻറ്റ് ഗോൾ ഫ്രം ദ ബിഗിനിങ് ഓഫ് സ്കൂൾ ലൈഫ്, കോച്ചിങ് സ്റ്റുഡൻറ്റ് ഫോർ ഗുഡ് മാർക്സ് ഇൻ എക്സാമിനേഷൻ, ടീച്ചിങ് ദ സ്റ്റുഡൻറ്റ്സ് ദ പ്രാക്ടിക്കൽ വാല്യൂ ഓഫ് ഗുഡ് എഡ്യൂക്കേഷൻ, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ടു ക്വസ്റ്റ്യൻ ആൻഡ് ടു നർച്ചർ ദ ഇന്നേറ്റ് ടാലൻസ് ഓഫ് എവറി ലേണർ. കുട്ടികളുടെ സർഗാത്മകതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, സർഗാത്മകത എന്നുള്ള ടോപ്പിക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർഗാത്മകതയുടെ സ്റ്റേജസ് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ
കുട്ടികൾ അത് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് പ്രാക്ടിക്കൽ സൈഡ് ചോദ്യങ്ങളും വരാറുണ്ട്. അത്തരത്തിലൊരു ചോദ്യമാണ്. അപ്പം നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. എന്താണ്? പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ടു ക്വസ്റ്റ്യൻ ആൻഡ് ടു നർച്ചർ ദ ഇന്നേറ്റ് ടാലൻറ്റ് ഓഫ് എവറി ലേണർ. എല്ലാ ലേണറിലും എന്താണ്? ഇന്നേറ്റായിട്ട് അവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള കഴിവുകളുണ്ട്. അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യാം? ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ അവരുടെ ആ ഒരു ടാലൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതിനെ പരിപോഷിപ്പിക്കാനും ഉതകുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നൽകുകയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അല്ലാതെ സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ്മെൻറ്റ് നേടണം, ഇത്രയൊക്കെ ഗോൾ ഉണ്ടെന്ന് പറയുകയല്ല, അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് നേടാനായിട്ട് അവരെ കോച്ചിങ് കൊടുക്കുന്നതല്ല. ഗുഡ് എഡ്യൂക്കേഷൻ്റെ വാല്യൂസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലൊന്നുമല്ല ക്രിയേറ്റിവിറ്റി ഫോസ്റ്റർ ചെയ്യുക എന്നുള്ള ആശയം ഇരിക്കുന്നത്. അതെപ്പോഴും എങ്ങനെയാണ്? കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൈൻഡ് മാപ്പിംഗ് റെഫേഴ്സ് ടു. എന്താണ് ഈ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്? ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ മൈൻഡ്, റിസർച്ചിങ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ മൈൻഡ്, എ ടെക്നിക് ടു എൻഹാൻസ് കോംപ്രിഹെൻഷൻ, എ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ആൻ അഡ്വഞ്ചർ. അപ്പോൾ നമ്മൾ മൈൻഡ് മാപ്പിംഗ് കാണുമ്പോൾ ഉത്തരം അറിയത്തില്ലെങ്കിൽ ഓപ്ഷനിൽ എവിടെയൊക്കെ മൈൻഡ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല. നമ്മുടെ മൈൻഡിൻ്റെ ഒരു പിക്ചർ വരയ്ക്കുന്നതാണ് മൈൻഡ് മാപ്പിംഗ്, ഒരിക്കലും അല്ല. റിസർച്ചിങ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ മൈൻഡ്, മൈൻഡിൻ്റെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ച് പഠിക്കും, പക്ഷേ അത് മൈൻഡ് മാപ്പിങ്ങിലല്ല, അത് വേറെ മേഖലയാണ്. ദെൻ പ്ലാൻ ഫോർ ആക്ഷൻ ഫോർ ആൻ അഡ്വഞ്ചർ, ഒരു അഡ്വഞ്ചറിന് പോകാനുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ ഒന്നുമല്ല മൈൻഡ് മാപ്പിംഗ്. മൈൻഡ് മാപ്പിംഗ് എന്താണ്? എ ടെക്നിക് ടു എൻഹാൻസ് കോംപ്രിഹെൻഷൻ, ഒരു കാര്യം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പലതരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ എന്ത് ചെയ്യും? ഒരു കണക്ട് ചെയ്ത് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ നടത്തിയ ശേഷം അതിനെ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്ത് വെക്കാറില്ലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടും. അപ്പോൾ അവിടെ എന്താണ്? ഒരു കാര്യം കുറേ വട്ടം പറയുന്നതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്കൊരു മൈൻഡ് മാപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും, കോംപ്രഹെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ആപ്റ്റ് ആൻസർ എന്താണ്? എ ടെക്നിക് ടു എൻഹാൻസ് കോംപ്രഹെൻഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കിതിൽ എത്ര ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്